എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മുതിർന്ന പത്രപ്രവർത്തകനും മംഗളം പത്രത്തിൻ്റെ റീജിയണൽ എഡിറ്ററുമായിട്ടുള്ള COT അസീസാണ്. നമസ്കാരം സർ. അപ്പോൾ ഇന്ന് സാറിനെ ഇങ്ങോട്ടേക്ക് എത്തിയത് സാറിൻ്റെ കുറച്ച് എക്സ്പീരിയൻസ്, ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ എന്നുള്ള രീതിക്ക് സാറിൻ്റെ എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാറിനെ വിളിച്ചത്. അപ്പോൾ സാറ് എങ്ങനെയാണ് ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ കാരണം എന്തായിരുന്നു? ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ പ്ലസ് ടു പ്ലസ് വൺ ആ സമയത്ത് കോളേജ് ആർട്സ് ഡേ, കോളേജ് ഡേ അതിനൊക്കെ സാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അതിൽ ലേഖനത്തിൽ കഥയിലൊക്കെ അന്നേ സമ്മാനം. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഇവിടുന്ന് വയലാർ അവാർഡ് എന്ന് പറഞ്ഞിട്ട്, വലിയ വയലാർ അവാർഡല്ല, ഇവിടുത്തെ മങ്കാവിലെ ഒരു കമ്മിറ്റി. അപ്പോൾ അതും ഉപന്യാസം, കോഴിക്കോട് കോർപ്പറേഷൻ ചെറുകഥ ഇതിനൊക്കെ കിട്ടിയപ്പോൾ ഞാൻ തന്നെ മനസ്സിലാക്കി അങ്ങനെ ഒരു സാധ്യത ഉണ്ട് ഈ എഴുത്ത് ഫീൽഡ് കൊണ്ട് തന്നെ. അപ്പോൾ അത് പിൽക്കാലത്തെ അനുഭവം തെളിയിച്ചു, അത് തെറ്റായില്ല. അങ്ങനെ ആ ഫീൽഡിലേക്ക് വന്നു. പിന്നെ അന്നൊന്നും അങ്ങനെ അധികം ജേർണലിസം കോഴ്സൊന്നുമില്ല. അപ്പോൾ പിന്നെ സ്വയം വളർത്തിയെടുത്ത ഒരു താല്പര്യത്തിൽ കൂടെ തന്നെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. പിന്നെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ആദ്യകാല പത്രപ്രവർത്തനവും ഇന്നത്തെ കാലത്തെ പത്രപ്രവർത്തനവും തമ്മിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് തോന്നുന്നത് ഈ പുതിയ തലമുറ ശരിക്ക് ഭാഗ്യവാന്മാരാണ്. കാരണം ഞങ്ങളൊക്കെ ഈ പത്ര ഫീൽഡിൽ ജോലിക്ക് ശ്രമിക്കുമ്പോൾ അന്ന് ചെറിയ പത്രത്തിൽ ഈവനിങ് പേപ്പറിലൊക്കെ എക്സ്പീരിയൻസ്, കുറച്ച് ബൈലൈൻ ക്ലിപ്പിങ്സും ഒക്കെ ആയിട്ടാണ് വലിയ സ്ഥലത്തേക്ക് നമ്മൾ മോർണിംഗ് ഡെയിലിയിലൊക്കെ ട്രെയിനിങ് ആയിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എല്ലാം ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് ആണല്ലോ. ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് നേരെ കുട്ടികൾക്ക് പത്രങ്ങളിലായാലും ടെലിവിഷൻ ചാനലിലായാലും സാധ്യതകൾ കുറേ വർദ്ധിച്ചു. അന്നൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ച് കടുത്ത അനുഭവങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ പോലെ പിന്നെ മത്സര പരീക്ഷ ഉണ്ടാവും, റിട്ടൺ ടെസ്റ്റ്, ഇപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ, ഇതെല്ലാം കഴിഞ്ഞാണ് നമ്മൾ പത്രത്തിലേക്ക് തന്നെ. എന്നിട്ട് തന്നെ അവർ നോക്കും റിപ്പോർട്ടിങ്ങിൽ കഴിവുള്ള ആളാണോ, എഡിറ്റോറിയലിലേക്ക് വരും. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ അന്നൊക്കെ സെലക്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ അന്നത്തെ എന്തായിട്ട് എനിക്കൊരു പ്രകടമായ വ്യത്യാസം, എനിക്ക് വിഷമമുള്ളൊരു വ്യത്യാസം, ഈ ആം ചെയർ ജേർണലിസം എന്ന് പറയുമല്ലോ. ഈ എല്ലാം നമ്മുടെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വാർത്തകൾ എത്തണം. ഇപ്പോൾ കേരളത്തിൻ്റെ ബഹുമാന്യ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ പറഞ്ഞ പോലെ ഒരു തരം സിൻഡിക്കേറ്റ്, ഈ പരസ്പരം പങ്കുവെക്കുക എല്ലാ വാർത്തകളും. എല്ലാവരും റിപ്പോർട്ടർമാരൊന്നും എല്ലാ സ്ഥലത്തും എത്തണമെന്നില്ല. ഇവർക്കൊരു നെറ്റ്വർക്ക് കൂടെ എല്ലാം കിട്ടുന്ന, അത് മനുഷ്യന്മാരെ അലസന്മാരാക്കുക, ഓരോരുത്തരുടെ കഴിവുകൾ കുറക്കുക. കാരണം അവനും തന്നെ സ്വന്തമായിട്ട് എക്സ്ക്ലൂസീവ് സ്റ്റോറികൾ, സ്വന്തമായിട്ടുള്ള ബൈലൈൻ സ്റ്റോറികളൊക്കെ വരുന്നതാണ് ഈ ജോലിയുടെ ഒരു ത്രില്ല്. അത് കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ള ഒരു, എന്നാൽ മോശക്കാരൊന്നുമല്ല കേട്ടോ. നല്ല അവാർഡൊക്കെ കിട്ടിയ ആളുകളും കൊള്ളാവുന്ന മിടുക്കന്മാരൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ദേശീയ പൊതുപണി മുടക്ക് ദിവസമൊക്കെ ഇപ്പോൾ TV ചാനൽസ് ആവട്ടെ പത്രങ്ങളാവട്ടെ എല്ലാവരും മുക്കത്ത്, കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് മത്സ്യക്കച്ചവടം നടത്തുന്ന ആളെടുത്ത് പ്രതിഷേധക്കാർ പോയിട്ട് ഞങ്ങളിൽ മണ്ണെണ്ണ ഒഴിക്കും എന്ന് പറഞ്ഞത് ലോകമുഴുവൻ കണ്ടു. അപ്പോൾ ആ നിലക്കുള്ള പോസിറ്റീവ് ചേഞ്ചസ് അപൂർവമായിട്ടൊക്കെ നല്ല റിപ്പോർട്ടിങ് ഉണ്ടാകുന്നുണ്ട്. എന്നാലും ഞങ്ങളൊക്കെ തുടങ്ങിയ ആ സമയത്തുള്ള ഒരു ആവേശം ഉണ്ടല്ലോ, അന്ന് എല്ലാ പത്രങ്ങളെയും കമ്പയർ ചെയ്യും, താരതമ്യം ചെയ്തിട്ട് നമുക്ക് എന്താ കൊമിഷൻസ്, നമ്മളെന്തെല്ലാം സ്കോർ ചെയ്തു. അപ്പോൾ അതൊക്കെ എഡിറ്റോറിയൽ ഹെഡ്, പിന്നെ യൂണിറ്റായാലും സെൻട്രൽ ഡെസ്ക് ആയാലും ഇതൊക്കെ വിലയിരുത്തപ്പെടുകയും അതിൻ്റേതായൊരു പോസ്റ്റ്മോർട്ടം ഇതൊക്കെ അന്ന് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെതായ ഗുണം റിസൾട്ട് പിറ്റേ ദിവസം പത്രങ്ങളിലൊക്കെ കാണുമായിരുന്നു. ആ ഒരു മത്സര ബുദ്ധി കുറച്ച് കുറഞ്ഞിരുന്നുണ്ടോ എന്നൊരു സംശയം. കൂടാതെ ഇന്നത്തെ സാറ് ചെയ്തു വരുന്ന കാലത്ത് പല വാർത്തകളും പല പത്രങ്ങളും കൊടുക്കാൻ മടിച്ച പല കാര്യങ്ങളും സാറ് കൊടുത്തിരുന്നല്ലോ. അപ്പോൾ അത് കൊടുക്കാനുള്ള ധൈര്യം അല്ലെങ്കിൽ പ്രചോദനം സാറിന് എങ്ങനെയാണ് ഉണ്ടായത്? ഒന്നാമത് നമ്മൾ റോൾ മോഡൽസ് മിക്കവാറും വീട്ടിലുള്ള അച്ഛനും മുതിർന്ന ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരൊക്കെ, എൻ്റെ അച്ഛൻ ജുഡീഷ്യൽ സർവീസിലൊക്കെ ആയിരുന്നു, ജഡ്ജ്. അപ്പോൾ ഒരു പിന്നെ അഴിമതിയും അല്ലെ അങ്ങനത്തെ ദുസ്വാധീനങ്ങൾക്കൊന്നും വഴങ്ങാതെ ജീവിച്ച് കാണിച്ച ഒരു മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ധൈര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ കോഴിക്കോട് ജോലി ചെയ്യുമ്പോഴുള്ള ഒരു അനുഭവം ആലോചിച്ച് നോക്കുക. ഇവിടെ പാവമണി റോഡിൽ
നമ്മളെ ബ്യൂറോ ഞായറാഴ്ചകളിൽ രാവിലെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ബഹളം. ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ബാക്കിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ബഹളം. അപ്പോൾ സംഭവം അന്വേഷിച്ച് നോക്കിയപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൽ സ്മഗിൾ ചെയ്ത് കൊണ്ടുവരുന്ന ഗോൾഡ് അത് വിതരണം ചെയ്യുന്ന ഷാർജ കാലിക്കറ്റ് ഫ്ലൈറ്റ് തുടങ്ങിയ സമയം. അപ്പോൾ കള്ളക്കടത്തായിട്ട് വരുന്ന സ്വർണ്ണമൊക്കെ വന്ന് കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ ബ്യൂറോൻ്റെ പുറകിൽ ഭയങ്കര ശബ്ദം. അപ്പോൾ അതൊക്കെ അന്ന് അത് വാർത്തയാക്കാനല്ല ആദ്യം തോന്നി, അത് പോലീസിനോട് പിടിപ്പിക്കുക. അപ്പോൾ അന്ന് സിറ്റി പോലീസ് കണ്ടീഷൻ ഓഫ് അനോണിമിറ്റി എന്നൊക്കെ പറയുമല്ലോ, നമ്മളെ ആരാണ് സോഴ്സ് എന്ന് വെളിപ്പെടുത്താത്ത രീതിയിൽ കമ്മീഷൻ ആക്ഷൻ എടുക്കും. ഇത് വരുന്നത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ്, ഞായറാഴ്ചകളിൽ ഇന്ന സമയം ഇതെല്ലാം പറഞ്ഞോളൂ. അവർ 3 ആഴ്ച കാത്തു നിന്നിട്ട് ഇത് കിട്ടിയില്ല, ഒന്നും പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വരും. 4-ാമത്തെ ആഴ്ച അവർ പിടിച്ച ദിവസവും വലിയ ക്വാണ്ടിറ്റി ഗോൾഡ് പിടിച്ചു. അന്ന് ഓഫായിട്ട് ഞാൻ വടകര വീട്ടിൽ പോയാൽ പിറ്റേ ദിവസം രാവിലെ ഇന്ത്യൻ എക്സ്പ്രസും മാതൃഭൂമി എല്ലാ പത്രങ്ങളും ഭയങ്കര പ്രാധാന്യത്തോടെ, കാരണം സിറ്റി പോലീസ് കമ്മീഷണർ പത്രസമ്മേളനം നടത്തി അനൗൺസ് ചെയ്യാം, ഞങ്ങളിതാ ഇവിടുന്ന് കോഴിക്കോട് നഗരഹൃദയത്തിൽ വെച്ച് കള്ളക്കടത്ത് സ്വർണം പിടിച്ചു. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, മാതൃഭൂമിയിലല്ല ഇന്ത്യൻ എക്സ്പ്രസ്സിൽ, വി ഗോട്ട് എ ടിപ്പ് ഓഫ് ഫ്രം എ ജേർണലിസ്റ്റ്. അത് മതി, കാരണം ആ ഏരിയയിൽ ഏക സിറ്റി ബ്യൂറോ നമ്മളതാണ്. അപ്പോൾ നമ്മളെ തടികടാവുന്ന ഒരു സംഭവമാണത്. പക്ഷേ അപ്പോൾ പിറ്റേ ദിവസം മുതൽക്ക് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ വന്ന് എല്ലാ കടകളും തുറന്നപ്പോൾ എല്ലാവരും വലിയ ബഹുമാനത്തോടെ പേടിയോടെ ഇവൻ്റെ കാര്യം പോക്കാണല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ അതിൽ ആ ഒരു ത്രില്ലുണ്ടല്ലോ, നമ്മളിത് പിടിപ്പിച്ചു. അത് പിന്നെ അവർ ഈ സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥന്മാരും സ്വർണ്ണ വ്യാപാരികളായിട്ട് ഒത്തുകളിച്ച് അതങ്ങ് പോയി. നമുക്കതിൻ്റെ 10%, 20%, 10% ഒന്നും കണ്ടിട്ടല്ല ഇത് പുറത്ത് കൊണ്ടുവരണം, ഇത് നിർത്തിക്കിടന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് നടക്കുകയും ചെയ്തു. പിന്നെ അതൊരു നല്ലൊരു അനുഭവമായിട്ട് അന്നൊക്കെ തോന്നി. ഇതുപോലെ സാർ ഇപ്പോൾ തുടങ്ങിയപ്പോൾ, അതായത് സാറിൻ്റെ ഒരു പത്രപ്രവർത്തന ജീവിതം തുടങ്ങിയപ്പോൾ ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ സാർ നേരിട്ട വെല്ലുവിളികളും പ്രശ്നങ്ങളൊക്കെ എന്തായിരുന്നു? തുടക്കത്തിൽ എല്ലാവർക്കും കിട്ടുന്ന പോലെ തന്നെ എഡിറ്റോറിയൽ ട്രെയിനി എന്നുള്ള, അപ്പം ഡെസ്കിലെ വർക്ക്. അപ്പോൾ അതിനേക്കാളും എനിക്ക് താല്പര്യം റിപ്പോർട്ടിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആ പത്രത്തിൻ്റെ അസോസിയേറ്റ് എഡിറ്ററോട് പറഞ്ഞു പിന്നെ റിപ്പോർട്ടിങ്ങിലേക്ക് വിടണം. അപ്പം പറഞ്ഞ് റിപ്പോർട്ടിങ് കണ്ണൂരിൽ തരാം. അത് വാസ്തവത്തിൽ അതൊരു അനുഗ്രഹമായി മാറി. കാരണം കണ്ണൂർ റിപ്പോർട്ടിങ് പോയതുകൊണ്ട്, കണ്ണൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അധികം പ്രശ്നങ്ങളൊക്കെ ഉള്ള, ഇപ്പോൾ തിരുവനന്തപുരത്തോ മലപ്പുറത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പീസ്ഫുള്ളായിട്ടുള്ള, പൊതുവെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും. കണ്ണൂരിൽ അന്ന് ഒരുപാട് രാഷ്ട്രീയ കൊലപാതക സംഘർഷങ്ങളൊക്കെ ഉള്ള സ്ഥലം. അവിടെ റിപ്പോർട്ടിങ്ങിന് പോയി. അപ്പോൾ റിപ്പോർട്ടിങ്ങിന് പോയി ഒരുപാട് മാർച്ചുകൾ, ഗ്രാമീൺ ബാങ്ക് ജീവനക്കാർ, NGO, ഇവരൊക്കെ പല ആവശ്യങ്ങൾ ഉപയോഗിച്ച് കളക്ട്രേറ്റിലേക്കൊക്കെ മാർച്ച്. അപ്പോൾ 1-2 ആളുകൾ നമ്മളെ ബ്യൂറോയിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ഉടനെ വരണം സിറ്റി ഭാഗത്ത് ഒരു നടപ്പാലം അപകടാവസ്ഥയിലുണ്ട്. ഇന്നലെ അന്ന് കണ്ണൂർ കോർപ്പറേഷൻ ആയിട്ടില്ല, മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ആ ഗ്രാമവാസികളെ വല്ലാതെ ബാധിക്കുന്നതാണ്, ആ നടപ്പാലം അപകടാവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ വന്ന ആളുകളോട് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ നല്ല തിരക്കിലാണ്, ഈ സംഘർഷാവസ്ഥയൊക്കെ ഒന്ന് മാറി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട്, അങ്ങനെ അവർ കാത്തുനിന്നു. അവരുടെ കൂടെ പോയി ഈ സ്ഥലത്തെത്തിയപ്പോൾ ആ പ്രദേശത്തെ വീട്ടുകാരെല്ലാവരും, വീട്ടമ്മമാർ, കുട്ടികൾ എല്ലാവരും ഈ പാലത്തുമ്പിലേക്ക് എൻ്റെ കൂടെ കയറി. കണ്ണൂർ കാനാമ്പുഴ നടപ്പാലം എന്നാണ് അതിന് പറയുക. ഞങ്ങൾ ഇതിൻ്റെ നടുക്കെത്തിയപ്പോഴേക്കും ഇത് വീണ് തകർന്നു വന്നു. മുഴുവൻ സ്ത്രീകളും കൂട്ടി. അപ്പം ഞാൻ പെട്ടെന്ന് ബേജാറായി. കാരണം ഈ പെരുമൺ ദുരന്തമൊക്കെ ഉണ്ടായല്ലോ, അതുപോലെ ഈ കണ്ണൂരിലെ ഈ നടപ്പാലം ഇത്രയധികം ജനങ്ങൾ നല്ല ഡെൻസ്ലി പോപ്പുലേറ്റഡ് സ്ഥലമാണത്, ജനസാന്ദ്രതയുള്ള. പിന്നെ അത് തന്നെ അടുത്ത സെക്കൻഡിൽ അത് വലിയ ആഹ്ലാദത്തിന് വഴിമാറി. കാരണം അവിടെ എല്ലാവർക്കും നീന്തലറിയാം. എല്ലാവരും ഇത് ഓരോരു ആഘോഷമാക്കി മാറ്റി നീന്തി വന്നിട്ട് ഞങ്ങളെ കൂടെ ഊണ് കഴിച്ചിട്ടേ പോവാവും, ഞങ്ങളെ പാലം പൊളിക്കാൻ നിങ്ങൾ കാരണമായി, ഇനി കോർപ്പറേഷൻ വന്നിട്ട് മുനിസിപ്പാലിറ്റി വന്നിട്ട് പെട്ടെന്ന് നന്നാക്കി തരുമല്ലോ. അത് ഒരു നല്ലൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ പോയി ആദ്യം ഒന്ന് ബേജാറായെങ്കിലും പിന്നെ അത് ആഹ്ലാദത്തിന് മാറി. നമുക്കൊരു അച്ചീവ്മെൻ്റായിട്ട് ആ പ്രദേശത്തെ ആളുകൾ കൂട്ടത്തിൽ വരുമ്പോൾ, അപ്പോൾ എൻ്റെ കയ്യിൽ ഓട്ടോ ഫോക്കസ് ക്യാമറയിലാണ് ഇത് ഫോട്ടോ എടുക്കുന്നത്. അന്ന് ക്യാമറമാനൊന്നും കൂട്ടിയല്ലല്ലോ പോയത്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾ ആ പോകുന്ന പോക്കിന് മാതൃഭൂമിയും മനോരമയിലും ചന്ദ്രികയിലും ഒക്കെ ഒന്ന് കൊടുത്തേക്ക്. അതിനെല്ലാം നമ്മൾ പോയി. നമ്മളെ എക്സ്ക്ലൂസീവ് നമ്മളെ ഡെസ്കിലേക്ക് എത്തിച്ച് പത്രത്തിൽ അടിച്ചു വന്നു.
കൂടാതെ സാറിന് ഈ ഒരു ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിനിടയിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ ഈ പത്രം, ടെലിവിഷൻ, സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ ഭയങ്കര നമുക്ക് ഒരുപാട് ഫെയിം കിട്ടുന്ന, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈഗോ ക്ലാഷ്, അസൂയക്കാർ പ്രശ്നം. ഞാൻ ഈ കരിയറിലുടനീളം ഇതിനെല്ലാം അവഗണിക്കുക. ഇങ്ങനെയുള്ള പല ആളുകൾ പല ഓഫീസിലുണ്ടാവും, അതിനൊക്കെ മൈൻഡ് ചെയ്യാതെ പിന്നെ ഇവിടുന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് നാട്ടിലെ പത്രപ്രവർത്തനം നിർത്തി വിദേശത്ത് പോയി. വിദേശത്തെ പത്രാഫീസിലെത്തിയപ്പോൾ നമുക്ക് ആരും അറിയില്ലല്ലോ. അപ്പോൾ എത്തിയ സെക്കൻഡ് ഡേ അവിടുത്തെ ചീഫ് എഡിറ്റർ, അവിടെ ഒരു പ്രൊമോഷൻ നമ്മളിവിടുത്തെ മാതിരിയല്ല, ആളുകൾക്ക് ലക്ഷക്കണക്കിന് റിയാൽ സമ്മാനം കൊടുക്കുന്ന സ്കീംസൊക്കെ ഉണ്ട്. അതിന് പത്രത്തിൽ നിന്ന് തന്നെ നമ്മൾ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഉത്തരവാദപ്പെട്ട ഒരാൾ. അപ്പോൾ ചീഫ് എഡിറ്റർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അപ്പോൾ എല്ലാവരും എഡിറ്റോറിയൽ മീറ്റിംഗ് രാവിലെ 10 മണിക്ക്, ലെറ്റ് ദ ന്യൂ കമർ ഡു ഇറ്റ്. അപ്പോൾ അയാൾക്കിൻ്റെ പേര് ചീഫ് എഡിറ്ററായിരുന്ന ഫാറൂഖ് ലുക്മാൻ സാർ, അദ്ദേഹം ഇപ്പോൾ ഇല്ല, പേരറിയില്ല. പക്ഷേ എന്തോ അങ്ങനെ ഉണ്ടാവില്ല, നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ എന്തോ ഐ കമ്മ്യൂണിക്കേഷൻ എന്തോ ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, എന്നെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞു എടുത്തിട്ട്. ഇത് തുടങ്ങിയപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾ പിന്നെ മനസ്സിലായി ഒരു പ്രത്യേകത ഉണ്ട്. ഒരുത്തരും ഇമാതിരി എന്തെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ പിന്നെ ഈ പ്രൊമോഷൻ കോൺടെസ്റ്റൊക്കെ നമ്മളെ ഉത്തരവാദിത്തമായി. മത്സരങ്ങൾ നടത്തുക, ചോദ്യം. പിന്നെ അതിൽ ഏറ്റവും സന്തോഷിപ്പിച്ചതെന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ചൊന്നും കിട്ടൂല എന്നൊക്കെ വിചാരിച്ചല്ലേ. അപ്പോൾ ഇദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റ്, ഈ ഇവിടെയുള്ള പതിവ് ജോലി ഭാരത്തിൻ്റെ പുറമെ പത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുകയും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി സമ്മാനാർഹരെ കണ്ടെത്തി അവർക്ക് സമ്മാനം കൊടുത്ത് ഈ പദ്ധതി വൻ വിജയമാക്കി തീർത്തതിന് ഞങ്ങൾ പത്രത്തിന് മാനേജിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ടോക്കൺ ഓഫ് അപ്രീസിയേഷനായിട്ട് ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് അത് 2 പവൻ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. അതൊക്കെ തന്നു. അതൊക്കെ ഭയങ്കര സന്തോഷവും. കാരണം പിന്നെ ഞാൻ അതിൻ്റെ ഒരാളായി മാറി. കാരണം നമുക്ക് ഈ പറഞ്ഞ അവിടെ എത്തിയപ്പോൾ ആ മലയാളികളല്ലേ, അപ്പോൾ ഗ്രൂപ്പൊക്കെ തിരിഞ്ഞ് പല ആളുകളും പല പത്രത്തിൽ വന്ന്, ഞാൻ മാത്രം മംഗളത്ത് നിന്ന് ഒറ്റയാണ്. പക്ഷെ അങ്ങനത്തെ ഒറ്റയാണ് കിട്ടിയ സ്വീകാര്യത പിന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യമായി മാറി. പിന്നെ വിദേശത്ത് കുറേ നാൾ സാറ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വിദേശത്തെ പത്രപ്രവർത്തനവും നമ്മുടെ നാട്ടിലത്തെ മലയാള പത്രപ്രവർത്തനവും തമ്മിൽ എന്തൊക്കെയായിരുന്നു വ്യത്യാസം? ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് SRMG, സൗദി റിസർച്ച് ആൻഡ് മാർക്കറ്റിംഗ് ഗ്രൂപ്പ്. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു അർദ്ധ സർക്കാർ ഗവൺമെൻറ് സബ്സിഡിയോടെ വർക്ക് ചെയ്യുന്ന ഒരു വലിയ പത്ര ഗ്രൂപ്പ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പത്ര ഗ്രൂപ്പാണ് SRMG. അവർ ഇംഗ്ലീഷ് പത്രമുണ്ട്, അറബി പത്രമുണ്ട്, എല്ലാ ഭൂഖണ്ഡത്തിലും പോയാൽ കിട്ടുന്ന പത്രങ്ങളുണ്ട്, ഉറുദു ഭാഷയിലെ പത്രമുണ്ട്, മലയാളികൾക്ക് വേണ്ടിയുള്ള പത്രം, മാഗസിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ജോലി ചെയ്യുമ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അതിൻ്റെ ഉടമയെ കാണുന്നില്ല. ഇതൊരു ബോർഡാണ് നടത്തുന്നത്. നമ്മൾ ശമ്പളം കൃത്യമായിട്ട് ആ ATM ഒക്കെ നമുക്ക് അവിടെ എത്തിയപ്പോഴാണ് ശീലം. 27th പറഞ്ഞ ഡേറ്റ് ഉണ്ടെങ്കിൽ അതിൽ രാത്രിയോ ഏതെങ്കിലും സമയത്ത്, കാരണം 500+ എംപ്ലോയീസ് ഉണ്ട് അവിടുത്തെ പേറോളിൽ. അപ്പോൾ ഒരു ബാങ്കിന് കൊടുത്തിരിക്കുകയാണ് ഓരോരുത്തർ അക്കൗണ്ട് നമ്പർ, അതൊക്കെ കൃത്യമായിട്ട്. പിന്നെ പബ്ലിക് എന്ന് വെച്ചാൽ ഇവിടുത്തെ പോലെ പിന്നെ മലയാളി കമ്മ്യൂണിറ്റി മാത്രമേ കുറച്ചൊരു വൈബ്രൻ്റ് പറയുള്ളൂ. മലയാളികൾ സ്വാഭാവികമായിട്ടും ഫാക്സായിട്ടും ഇമെയിലായിട്ടും ഒരു വാർത്തകളൊക്കെ തരും. പിന്നെ നമ്മളൊക്കെ ഓരോ പരിപാടിക്കൊക്കെ അവിടെ സുകുമാർ അഴീക്കോട് MT വലിയ വലിയ സാഹിത്യകാരന്മാർന്നില്ലല്ലോ. അപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള നമ്മളൊക്കെ അവർ വിളിച്ചുകൂട്ടി കൊണ്ടുപോകും. അത് അപ്പോൾ കമ്മ്യൂണിറ്റിയായിട്ട് കൂടുതൽ അടുക്കാനുള്ള കുറേ അവസരങ്ങളൊക്കെ കിട്ടി. അതൊക്കെ തന്നെയായിരുന്നു അവിടുത്തെ വർക്കിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതേ സ്ഥാനത്ത് നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ സംഭവങ്ങളും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടാണ് കൂടെ നമ്മൾ. അപ്പോൾ റിപ്പോർട്ടിങ്ങിലൊക്കെ ഉള്ള ആളുകൾ എന്തെങ്കിലും ഒമിഷൻസ് വരികയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. കാരണം എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. ഇവിടെ 24/7 കുറേ ടെലിവിഷൻ ചാനൽസും ഉണ്ട്. എല്ലാ സംഭവങ്ങളും നമ്മൾ അതിൻ്റെ പൾസ് അറിഞ്ഞുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു വ്യത്യാസം നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ട്. വിദേശത്ത് വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജി അവിടെ ആദ്യം എത്തും. ഇപ്പോൾ വാർത്താ ഏജൻസികളുടെ കാര്യം നമ്മളിപ്പോഴും PTI UNI എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവിടെ ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസികളൊക്കെ എല്ലാ വാർത്തയും അവിടെ കിട്ടും. ഒരാൾ നന്നായിട്ടൊരു പത്രം ഇറക്കണമെന്ന് ചോദിച്ചാൽ അതിനുള്ള എല്ലാ ഫോട്ടോസും ലോകത്തുള്ള എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടുന്നുണ്ട്. അതും പിന്നെ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. നമ്മൾ കമ്പ്യൂട്ടറിനെ പറ്റിയോ ഒന്നിനെ പറ്റിയിട്ടോ നമ്മൾ ബോധർ ചെയ്യേണ്ടിയില്ല. നമ്മൾ അവിടെ എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങളാണ്. ഇപ്പോൾ പണ്ട് കാലത്ത് പത്രപ്രവർത്തകരോടുള്ള ആളുകളുടെ കാഴ്ചപ്പാടും
ഇന്നത്തെ കാഴ്ചപ്പാടിലും വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് കുറച്ച് റെസ്പെക്റ്റോട് കൂടിയിട്ടും ഒക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അതിൽ ചെറിയ തോതിൽ ആണെങ്കിൽ കൂടി വ്യത്യാസം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്ന കുട്ടികളുടെ അടുത്ത് അല്ലെങ്കിൽ പുതിയ ജേർണലിസ്റ്റുകളുടെ അടുത്ത് സാറിന് എന്താണ് പറയാനുള്ളത്? ഇപ്പം പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ ടെലിവിഷൻ ജേർണലിസ്റ്റ് എന്ന് പറയില്ല, ആളുകൾ മാപ്ര എന്നൊരു പുതിയ വിളി വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു അപമാനിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയോഗം പോലെയാണത്. എല്ലാ മാപ്രകളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആളുകൾ പരിഹസിക്കുന്നത്. അപ്പോൾ അതിന് കുറേയൊക്കെ നമ്മളെ ആളുകൾ ഉത്തരവാദികളാണ്. കാരണം നമ്മൾ ഓരോ സമയത്തും ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടായ വീട്ടിൽ ആ വീട്ടുകാർക്ക് അത് താങ്ങാനാവാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ചാനൽ മൈക്കുമായിട്ട് പോയിട്ട് അപ്പം തന്നെ ഒരു പ്രതികരണം, അതൊന്നും നമ്മൾ കുറേ എത്തിക്സ് നമ്മൾ മാറിപ്പോകുന്നുണ്ട്. അതൊക്കെ അല്ലാത്ത അവസ്ഥയിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ പ്രൊഫഷന് ആളുകൾ നന്നായി ബഹുമാനിക്കുന്നുണ്ട്. പണ്ട് ശരിയാണ്, ഇപ്പോൾ ലക്ഷ്മി ചോദിച്ച പോലെ പണ്ട് നമ്മളൊരു സ്ഥലത്ത് പോയി ഇറങ്ങിയാൽ അപ്പോൾ ആളുകൾ ഏത് പത്രത്തിൻ്റെ ആയിട്ട്, ചെറിയ പത്രം, സർക്കുലേഷൻ കുറഞ്ഞ പത്രത്തിൻ്റെ ആൾ പോലും ഒരു റിപ്പോർട്ടർ വന്നിറങ്ങിയ ആളുകൾ, ആ പ്രദേശത്തെ ആളുകളൊക്കെ വലിയ ബഹുമാനത്തോടെ അവിടെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ എന്നാൽ പിറ്റേന്നത്തെ പത്രം വരുന്നതും കാത്തുവരും നിൽക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായപ്പോൾ ആളുകൾ പറയും നാളെ പേപ്പർ വന്നാലറിയാം. അത് മാറിയിട്ട് പിന്നെ നമ്മൾ ഈ എഡിറ്റോറിയൽ ഡെസ്കിലായാലും ടി വിയിലായാലും പത്രത്തിൽ ഇപ്പോൾ കഴിഞ്ഞ യുദ്ധം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു മലയാളം ചാനൽ രാത്രി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പറയാം ഇസ്ലാമാബാദ് നമ്മൾ പിടിച്ചു, കറാച്ചി നമ്മൾ പിടിച്ചു. ഇന്ത്യ പാകിസ്ഥാനായിട്ട് ഒഫീഷ്യലായിട്ട് യുദ്ധം തുടങ്ങിയിട്ടില്ല. നമ്മളിവിടുന്ന് നമുക്ക് കൃത്യമായിട്ട് പഴയ കാലത്തെ യുദ്ധം പോലെയല്ല. പ്രൈം മിനിസ്റ്റർ മോഡി ഡൽഹിയിലെ ഓഫീസിലിരുന്ന് നോക്കുകയാണ്. നമ്മൾ 2 സ്ത്രീകളെ അങ്ങോട്ട് അയച്ചു. അവിടെ ശരിയാക്കേണ്ട സ്ഥലങ്ങൾ 9 സ്പോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവരെ കൃത്യമായിട്ട് ശരിയാക്കി 28 മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ട് പോരാ. അപ്പോൾ പറയാം കറാച്ചി തുറമുഖം നമ്മൾ പിടിച്ചു ഇസ്ലാം. അപ്പോൾ ഈ ക്രോസ് ചെക്ക് ചെയ്യാതെ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ സ്വയം വിലകെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കുട്ടികൾക്ക്, പുതിയ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇത് പ്രിൻ്റ് മീഡിയ തന്നെയാണ്, ടെലിവിഷൻ തന്നെ ആവണമെന്നില്ല, കോണ്ടന്റ് റൈറ്റിംഗ് ആയാലും ഒരുപാട് സാധ്യതകൾ കൂടിക്കൂടി വരികയാണ്. പഴയ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നിരാശപ്പെടേണ്ട ഒരു സംഭവമില്ല. ഗവൺമെൻറ് ലെവലിലായാലും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, PRD, ഓൾ ഇന്ത്യ റേഡിയോ, ഇതിലൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ മൂല്യങ്ങൾ വിട്ടിട്ടുള്ള പരിപാടി വേണ്ട. സത്യസന്ധമായിട്ട് ജോലി ചെയ്താൽ ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ നമ്മളെല്ലാം കരിയറിൽ ഒരു നഷ്ടവും ഇല്ല, ഒരു സങ്കടവും ഇല്ല. നമ്മൾ ഹാപ്പിയാണ്. കിട്ടുന്ന ഇതിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കണം. പിന്നെ വെറുതെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് എഴുതാനും പിടിക്കാനൊക്കെ ചില ആളുകളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. കോർപ്പറേറ്റ് പേറോളിലാണ് ഈ ആളുള്ളത്, അപ്പോൾ അയാൾക്ക് ഈ ശമ്പളമൊന്നും വേണ്ട. അപ്പോൾ അങ്ങനത്തെ നമ്മൾ തന്നെ സ്വയം നശിക്കാൻ നിന്ന് കൊടുക്കുന്നതിന് പകരം നമ്മളതായ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് വളരെ സത്യസന്ധമായിട്ട് ജോലി ചെയ്താൽ ഒരുപാട് സ്കോപ്പ് ഇനിയുണ്ട്. പുതിയ കുട്ടികൾക്ക് ഒരുപാട് സാധ്യതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച് സാറിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക് യു.